എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിരമിച്ചു കഴിഞ്ഞപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷകളില്ലല്ലോ. ഇനി പിന്നീട് എനിക്ക് കിട്ടുന്ന ക്ഷണമനുസരിച്ച് അവസരമനുസരിച്ച് എൻ്റെ ശുശ്രൂഷകളെ ഞാൻ തുടരുകയാണെങ്കിൽ അതെൻ്റെ പൗരോഹിത്യത്തിന്, എൻ്റെ മെത്രാനെടുത്ത ശുശ്രൂഷയ്ക്ക് കൂടുതൽ സംതൃപ്തി നൽകും. അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി. നവംബർ 11, 1996 എനിക്ക് നിയമനം കിട്ടിയെങ്കിലും 97 ഫെബ്രുവരി 2 എൻ്റെ പത്രാഭിഷേകവും സ്ഥാനാരോഹണവും നടന്നത്. അത് ഞാൻ തിരഞ്ഞെടുത്ത ദിവസമായി. ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും വീടുകളിൽ ഉണ്ടായിരുന്ന സന്ദർഭമല്ല. അപ്പോൾ ഈ ചൂട്ട് കത്തിച്ചാണ് മൂത്ത ജ്യേഷ്ഠനുമായിട്ട് ഞങ്ങൾ രാത്രിയിലെ പോയിക്കൊണ്ടിരുന്നത്. വാസ്തവത്തിൽ എല്ലാവർക്കും തന്നെ ആഗ്രഹം പാതിര ഖുറാനിക്ക് പോകാനാണ്. അപ്പോൾ ഒരു ദിവസം ഇച്ചിരി ഉറക്കം പോയാലും അതൊരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെതായ ഭാഗമായിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എൻ്റെ വ്യക്തിത്വത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു ആത്മീയ അനുഭവമാണ്. സീറോ മലബാർ സഭയുടെ അഭിമാനം, സഭയുടെ വലിയ പിതാവ് അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ലോകമെമ്പാടും ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ അഭിമന്യ പിതാവിൻ്റെ ക്രിസ്മസ് ഓർമ്മകൾ, ക്രിസ്മസ് അനുഭവങ്ങൾ നമുക്ക് പിതാവിൽ നിന്ന് ചോദിച്ചറിയാം ഈ ഒരു പ്രത്യേക ക്രിസ്മസ് പ്രോഗ്രാമിലൂടെ. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. പിതാവെ, പ്രേക്ഷകർക്കും എല്ലാവർക്കും പിതാവിൻ്റെ ബാല്യകാല ക്രിസ്മസ് ഓർമ്മകൾ അതൊന്നും അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു കുടുംബത്തിൽ നിന്നാണ് പിതാവ് വരുന്നത്, ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. അപ്പോൾ അന്നത്തെ ഒരു ക്രിസ്മസ് ഓർമ്മകൾ പിതാവ് ഒന്ന് പങ്കുവയ്ക്കാം. ബാല്യകാലത്തെ എന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞായിരുന്നപ്പോഴത്തെ ഉണ്ട്, അതുപോലെ തന്നെ വളർന്നു വന്നപ്പോഴത്തെ ഉണ്ട്. പൊതുവിൽ പറഞ്ഞാൽ അന്ന് ക്രിസ്മസ് വരുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. കാത്തിരിക്കുന്ന ഒരു തിരുനാൾ, 25 ദിവസം നന്നായിട്ട് ഒരുങ്ങി അന്നങ്ങനെ വളരെ കർശനമായിട്ട് നോമ്പ് നോക്കുന്ന ഒരു രീതിയില്ല എന്ന് വരികിലും വീട്ടിൽ തന്നെ ചില ഭക്ഷണ സാധനങ്ങളെല്ലാവരും ഉപേക്ഷിക്കുമായിരുന്നു. അപ്പോഴങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടുകൂടി ആത്മീയമായിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തൊക്കെ ഉള്ള ഒരു ആഘോഷം. അപ്പോൾ ക്രിസ്മസിന് മുമ്പായിട്ട് കുട്ടികൾക്ക്, മുതിർന്നവർക്ക് ഒക്കെ ഉള്ള കുമ്പസാര ദിവസങ്ങളൊക്കെ വിചാരിച്ചൻ അനൗൺസ് ചെയ്യും. അതനുസരിച്ച് പോയി കുമ്പസാരിച്ച് ഒക്കെയാണ്. അപ്പോൾ അന്ന് പാതിര ഖുർആനിക്ക് തന്നെ പോകാനൊരാവേശമാണ്. ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും വീടുകളിൽ ഉണ്ടായിരുന്ന സന്ദർഭമല്ല. അപ്പോൾ ഈ ചൂട്ട് കത്തിച്ചാണ് മൂത്ത ജ്യേഷ്ഠനുമായിട്ട് ഞങ്ങൾ രാത്രിയിലെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരു ടോർച്ച് ലൈറ്റ് വാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഒരു സന്തോഷത്തിൻ്റെ അവസരം. പിന്നെ ഉണ്ണി പിറക്കുന്ന ആ ഒരു രംഗം അവതരിപ്പിക്കുന്നത് ദേവാലയത്തിൽ വളരെയേറെ പ്രത്യേകതകളോടുകൂടിയായിരുന്നു. ചില ദേവാലയങ്ങളിലെ വിരി അന്നു മുതലൊക്കെ ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ തിരുക്കർമ്മം ജനങ്ങളെ അഭിമുഖമായി നിന്ന് തുടങ്ങിയതിന് ശേഷം അങ്ങോട്ട് തിരിയുമ്പോഴേക്കും വിരി മാറുന്നു. അൾത്താരയിലോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു മേശയിലോ ഉണ്ണി ഈശോയുടെ രൂപം മൂടി വച്ചിരിക്കുന്നു. വൈദികൻ ചെന്ന് ആ മൂടി മാറ്റിയിട്ട് ധൂപിക്കുന്നു. എന്നിട്ട് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ വൈദികൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നു. ചെറിയൊരു പ്രദർശനം പള്ളിക്കുള്ളിൽ നടത്തിയിട്ട് കുഞ്ഞിനെ പുൽക്കുടിലിൽ, അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കുടിലിൽ വയ്ക്കുന്നു. അതൊക്കെ വലിയ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ണിയം വഹിച്ചുകൊണ്ട് ദേവാലയം ചുറ്റിയൊരു പ്രദർശനമുണ്ട്. അപ്പോൾ അന്നത്തെ രീതിയിലുള്ള ചെറിയ മത്താപ്പ് തിരികൾ, ചെറിയ പടക്കങ്ങൾ ഒക്കെ പൊട്ടിച്ച് നമ്മൾ അത് ആഘോഷപൂർണ്ണമാക്കിയിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്ക്
കൂടുതൽ വലിയ വെടിക്കെട്ടുകളും ഒക്കെ നടത്തുന്നതാണ്. ഇതെല്ലാം കുട്ടികളായിരിക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം. പിന്നെ വീട്ടിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും, കുട്ടികളെല്ലാവരും, ഞങ്ങളുടെ വീട്ടിൽ തന്നെ 10 മക്കളുണ്ടായിരുന്നു. ചിലപ്പോൾ അയൽവക്കത്തുള്ളവരോടും അല്ലെങ്കിൽ അയൽവക്കത്ത് പോയും ഒക്കെ സന്തോഷിച്ചൊക്കെ പ്രഭാത ഭക്ഷണം വരെ കഴിയും. പിന്നീട് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണമൊക്കെ പതിവിൽ കവിഞ്ഞുള്ള ആഘോഷത്തോടു കൂടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഒരു ക്രിസ്മസിനെ കുറിച്ചുള്ള അന്നത്തെ വീക്ഷണം. പിന്നെ അറിയാം ഇത് ഈശോയുടെ ജനന തിരുനാളാണ് എന്നറിയാം. പിറവി തിരുനാൾ എന്നുള്ള വാക്കാണ് മലയാളത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ക്രിസ്മസ് എന്ന് കൂടുതൽ ഉള്ള ആഗോള വ്യാപകമായ പേര് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്മസിനെ കുറിച്ചുള്ള ഈ ചിന്തകളെല്ലാം മനസ്സിൽ ഇങ്ങനെ കാത്തുസൂക്ഷിക്കുകയാണ്. ഏറ്റവും വലിയ തിരുനാളെന്ന് അന്ന് കരുതിയിരുന്ന അതാണ്. പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നമുക്ക് സന്തോഷം പകരുന്ന, നമുക്ക് അനുഗ്രഹം പകരുന്ന തിരുനാൾ ഉത്ഥാനമാണ്, ഈശോയുടെ ഉത്ഥാനം. പക്ഷേ ആ ഉത്ഥാനത്തോടൊപ്പം അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായിട്ടെന്ന് ആഘോഷിച്ചിരുന്നത് ക്രിസ്മസാണ്, ഈശോയുടെ പിറവി തിരുനാൾ. പിതാവ്, പ്രത്യേകിച്ച് ക്രിസ്മസ് വരുമ്പോൾ കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നത് പുൽക്കൂടിൻ്റെ ഒരു നിർമ്മാണമാണ്. ആ ഒരു കാലഘട്ടത്തിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ? അന്ന് പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വീട്ടിൽ കുട്ടികളുടെ ഒരു ആഗ്രഹം, അവരുടെ ഒരു ധർമ്മം, അവർ ചെയ്യുന്ന വലിയൊരു ഒരുക്കം ഒക്കെ ആയിട്ടാണ് കരുതപ്പെട്ടത്. അപ്പോൾ ഈ പുൽക്കൂട്ടിൽ ഈശോയുടെ രൂപം വയ്ക്കണം. പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിൻ്റെയും അട്ടടയന്മാരുടെയും ഒക്കെ രൂപങ്ങൾ വേണം. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് അല്പം പണം മുടക്കുണ്ടല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ അത് ഞങ്ങൾ കുട്ടികൾ തന്നെ വീട്ടിൽ കൂടുതൽ പേരുള്ളപ്പോൾ ഓരോരോ രീതികളിൽ പണം സമ്പാദിക്കുന്ന രീതി അപ്പൻ അനുവദിച്ചുകൊണ്ട് അത് കുരുമുളക് പറിക്കുമ്പോൾ മിച്ചം വരുന്ന കുരുമുളക് പറിച്ച് പ്രൈവറ്റായിട്ട് വിൽക്കുക, അതുപോലെ തന്നെ വേറെ ചില വസ്തുവകളൊക്കെ വിൽക്കാനായിട്ട് അവസരം നൽകും. അതെല്ലാം കുട്ടി കിട്ടുന്ന കാശ് ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് പങ്കിച്ചു വെക്കും. പിന്നീടുള്ളത് പുൽക്കൂട്ടിൽ നെല്ല് മുളപ്പിച്ച് അത് ചിരട്ടകളിലാക്കി വളർത്തി ഒരു ചെറിയ വളർച്ചയാവുമ്പോൾ അത് നിരത്തി വെച്ച് ഒരു പുൽമേട് മേലെ ഉണ്ടാക്കുന്നു. അപ്പം അതിനായിട്ടൊരു 2 ആഴ്ച മുമ്പേ നെല്ല് വിതയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊരു ജോലിയാണ്. അപ്പോൾ ആ ജോലിയൊക്കെ അത് ഞങ്ങൾ വീതിച്ച് എല്ലാവരും കൂടെ ചെയ്യും. വിത്ത് മുളപ്പിക്കണം, അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൻ്റെ കൃഷി കാര്യങ്ങളിൽ നിന്ന്. ആ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു പതിവാണ് അങ്ങനെ വിത്ത് മുളപ്പിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ ആ വിത്ത് വളർത്തി അത് വെച്ച് പുൽമേടുണ്ടാക്കുന്ന ഒരു അനുഭവം എല്ലാ വർഷവും ചെയ്തിട്ടുണ്ട്. പിതാവ് ശരിക്കും പുൽക്കൂട് നിർമ്മാണത്തെക്കുറിച്ച് പറയാം. നമുക്ക് ഈ കാലഘട്ടത്തിലെല്ലാം റെഡിമെയ്ഡ് പുൽക്കൂടുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പുൽക്കൂട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ തനതായിട്ടുള്ള ചെടികളും അല്ലെങ്കിൽ കമ്പുകളും ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരു പുൽക്കൂട് നിർമ്മാണമായിരുന്നില്ലേ പിതാവെ ശരിക്കും പറഞ്ഞാൽ? ഈ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോഴേ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെടുന്ന പുൽക്കൂടുകൾ ഉപയോഗിക്കുന്ന രീതി പതിവാണെങ്കിലും പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അവിടെയുള്ള ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഒരു ആകത്തുകയായിട്ട് ക്രിബുകൾ നാച്ചുറലായിട്ടുണ്ടാക്കുന്ന രീതിയും തുടരുന്നുണ്ട്. വീടുകളിലും അങ്ങനെയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെ വിത്തുകൾ മുളപ്പിച്ച് പുൽമേടുണ്ടാക്കുന്ന രീതിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഏതായാലും അന്നത്തെ രീതികൾ മാറുന്നു, പുതിയ രീതികൾ വരുന്നു. സാങ്കേതിക വിദ്യകൾ വർദ്ധിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ തെറ്റില്ലല്ലോ. പക്ഷേ എന്ന് വരികിലും കുട്ടികൾക്ക് ആനന്ദം പകരുന്ന ആ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ആ ഒരു ശൈലി മാറിപ്പോയിരിക്കുക. അത് ഒരുപക്ഷെ ഒരു കാലത്തിനും പൂർണ്ണമായിട്ട് മാറും. വെറും കൃത്രിമമായിട്ട് ഒരു പുൽക്കൂടും വെച്ച് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന ഒരു രീതി വരാം. സമൂഹം മാറുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളുടെ സ്വഭാവവും മാറുന്നു എന്നേ അതേക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ.
പിതാവ് അഭിമന്യ കർദിനാൾ ആന്റണി പടിയറ പിതാവിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. ഇതൊന്നും ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഗതാഗത സൗകര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങൾ അങ്ങ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പൗരോഹിത്യ പട്ടം സ്വീകരിച്ച ശേഷം ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്മസ് അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കും. പൗരോഹിത്യ പദം സ്വീകരിച്ചതിന് ശേഷം ഞാൻ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിൽ, ആദ്യം ഒരു പള്ളിയിൽ, പിന്നീട് ഒരു വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ, പിന്നീട് POCയിൽ, അങ്ങനെയൊക്കെയുള്ള എൻ്റെ പ്രവർത്തന രംഗങ്ങളിലെല്ലാം ഞാൻ തന്നെ നേതൃത്വം കൊടുത്തല്ല, പള്ളിയിലായിരുന്നപ്പോൾ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒക്കെ ഈ പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരുക്കങ്ങൾക്ക് ഭൗതികമായ ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു അംശവുമുണ്ട്. രണ്ടും കൂടെ സമന്വയിപ്പിച്ച്, കാരണം ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാത്തിനും മൂല്യമുണ്ടല്ലോ. ദൈവപുത്രനായ ഈശോ മനുഷ്യനായി ജനിച്ചു വളർന്നതെല്ലാം മാനുഷികതയെ കൂടെ ഉയർത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മാനുഷികതമായ വശങ്ങളെയും തികച്ചും ആത്മീയമായിട്ടുള്ള ദൈവമക്കളുടെ ആ ജീവിതത്തിൻ്റെ ശൈലികളെയും യോജിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ എല്ലാം അങ്ങ് തീരെ ഭൗതികമായി പോയ ഒരു ആ സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, ഇന്നുവരെയും കൂടുതൽ ഭൗതികതയുടെ ഒരു ആഘോഷ പരമ്പരയാണ് ഇപ്പോഴുള്ളത്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ക്രിസ്മസ് പപ്പായുടെ വരവാണ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ യുടെ ഒരു ആഘോഷപൂർവമായിട്ടുള്ള അവതരണമാണ്, ഇനിയും അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഒരു ദീപാലങ്കാരം സൃഷ്ടിക്കുന്നതിലാണ് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നവരുണ്ട്. അത് നടക്കുന്നുമുണ്ട്. പക്ഷെ അതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ വയ്ക്കാതെ നമ്മൾ ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഇത് ലോകരക്ഷിതാവായ ഈശോ മിശിഹായുടെ ജനനത്തിൻ്റെ ആഘോഷമാണ്. അതുകൊണ്ട് ആ രക്ഷയുടെ അനുഭവം എല്ലാവർക്കും കൊടുക്കണം. അന്ന് പുൽക്കുടലിൽ ദൈവപുത്രൻ അട്ടിടയന്മാരോടും അതുപോലെ തന്നെ മാലാഖമാരോടും പിന്നെ പ്രകൃതിയിൽ നിന്ന് ഓടിയെത്തിയ പക്ഷി മൃഗാദികളോടും ഒക്കെ ചേർന്ന് ആ കാലിത്തൊഴുത്തിൽ ൻ്റെ പശ്ചാത്തലം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രപഞ്ച പശ്ചാത്തലം, ഒരു മാനുഷിക പശ്ചാത്തലം, പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ഒരു പശ്ചാത്തലം എല്ലാം അവിടെ ഉണ്ട്. അപ്പം എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന ദൈവപുത്രൻ്റെ ആഗമനമാണിതെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. നക്ഷത്രങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോഴതിന് ഒരു ഫ്രെയിം ഉണ്ടാക്കും, ഈറ്റയുടെ പാളികളെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലത്ത് ഇടയ്ക്ക് ഒരു വിളക്ക് വെക്കത്തക്ക രീതിയിലുള്ള പീഠം ഉണ്ടാക്കി അത് വെച്ചിട്ട് നക്ഷത്രം ഉയർത്തുമായിരുന്നു. പിന്നീട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഒരു ബൾബ് ഇടുന്ന രീതി വന്നു. അപ്പോൾ ഈ ബൾബ് ഇട്ടിട്ട് ചിലപ്പോൾ നക്ഷത്രം ആടുമ്പോൾ ബൾബിൻ്റെ ചൂട് കൊണ്ട് നക്ഷത്രം കത്തിപ്പോയെന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള അതും ഒരു ആഘോഷം പോലെ എല്ലാവരും സന്തോഷിക്കും. ഇതൊക്കെയുള്ള ഒരു ജീവിതത്തിലെ അത്യാഗ്രഹങ്ങൾ പോലെയാണ് അതൊക്കെ ഞങ്ങൾ എടുത്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മളൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാശ് കൊടുത്താൽ നമുക്ക് നക്ഷത്രം കിട്ടും. അത് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ളതാണ്, അതിന് സ്വിച്ച് ഇട്ടാൽ അത് കത്തും. അപ്പോൾ അത് സീരിയൽ ബൾബ് പോലെ തന്നെ പ്രകാശിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒക്കെയുള്ള ആധുനിക രീതികളോട് നമ്മൾ സമന്വയിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കും. പക്ഷെ ആത്മീയത നഷ്ടപ്പെടാതിരിക്കുക, മനുഷ്യാവതാരത്തിൻ്റെ ആ കാതലായ സന്ദേശം വിട്ടുകളയാതെ, ആ കാതലായ അർത്ഥം ഗ്രഹിക്കാതെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കാര്യമില്ല. പിതാവ്, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മുടെ അന്നത്തെ ഒരു ലിറ്റർജിയൊക്കെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ലിറ്റർജി, പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി ഗാനങ്ങൾ, തനതായിട്ടുള്ള സീറോ മലബാർ പാരമ്പര്യങ്ങൾ കൂടുതൽ ഒരു ഇഴചേർന്നിട്ടുള്ള ലിറ്റർജി ആഘോഷങ്ങളാണ്. ക്രിസ്മസ് മാത്രമല്ല മറ്റ് ഈസ്റ്റർ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ പിതാവ് ഒന്ന് പങ്കുവയ്ക്കും. അതിനെപ്പറ്റി ഓർക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഓർക്കുമ്പോഴത്തേക്ക് ഒരു ഗാനശകലം വന്നു സുറിയാനിയിൽ പാടിയിരുന്നത് എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഇങ്ങനെ നിന്നിട്ടുള്ളൊരു, അത് പിന്നീട് ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ച് നമ്മുടെ എല്ലാ രൂപതകളിലും ഇല്ല എന്ന് വരികയിലും പല രൂപതകളിലും തന്നെ പുനരുജ്ജീവിപ്പിച്ച് പാടുമ്പോൾ അതൊരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ഗാനമാണ്. ആ സന്തോഷം ഇങ്ങനെയാണ്. അതെ, സഗദീനന്മാർ
ലാലാഹൂസാഗ് വൽനാസൂസാഗ് ലാപൂലാഗ. വളരെ ചെറുതും ശ്രുതിമധുരവുമായിട്ടുള്ള ഈ ഗാനത്തിന്റെ അർത്ഥം വളരെ ഗഹനമായിട്ടുള്ളതാണ്. സഗതീനൻ നമുക്ക് ആരാധിക്കാം. മാറി സഗതീനൻ ലാലാഹൂസാഹ്, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ലാലാഹൂസാഹ് ദൈവത്വം നമ്മ ആലാഹ എന്ന് പറഞ്ഞ ദൈവം, ലാലാഹൂസാഹ് ദൈവത്തെ ആരാധിക്കാം. വൽനാസൂസാഹ് മനുഷ്യത്വത്തെയും ആരാധിക്കാം. ലാപൂലാഹ കലർപ്പില്ലാതെ സംയോജിച്ചിരിക്കുന്ന ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും നമുക്ക് ആരാധിക്കാം. നോക്കണേ, നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം ആ സുറിയാനി ഭാഷയിൽ ഏതാനും വാക്കുകളിൽ ഒതുക്കിയിരിക്കുകയാണ്. സഗതീനന്മാ ലാലാഹൂസാഗ് വൽനാസൂസാഗ് ലാപൂലാഹ. അത് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ അർത്ഥം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സുറ മലബാർ ലിറ്റർജിയിലെ ഞാൻ ഏറ്റവും അധികം സന്തോഷത്തോടെ പാടുന്ന ഗാനങ്ങളിൽ ഒന്നാണിത്, സഗതീനൻ. പിന്നെ പലതുകൊണ്ട് ലാകുമാറ, അതുപോലെ വിശുദ്ധ കുർബാനയിലെ പാട്ടുകൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിലുള്ള ആശീർവാദമാണ്. ദൈവത്തിൻ്റെ കൃപയും ഈശോ മിശിഹായുടെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അത് തുടങ്ങുന്ന ഈശോ മിശിഹായുടെ കൃപ വെച്ചാണ്. പിന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം, പിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെ സമ്യക്കായിട്ട് അവതരിപ്പിക്കുന്ന ഗാനശകലങ്ങൾ നമ്മുടെ ലിറ്റർജിയിലുണ്ട്. അത് ആ ലിറ്റർജിയിൽ നിന്ന് മാറി ഭാഷയിൽ നിന്ന് മാറ്റി മലയാളത്തിലും പാടാറുണ്ട്. പക്ഷെ അതിൻ്റെ ആ സൗകുമാര്യം രണ്ട് ഭാഷ അറിയാവുന്നവർക്കറിയാം, സുറിയാനിയിലാണ് വളരെ വലുത്. അതുകൊണ്ട് എല്ലാം എപ്പോഴും സുറിയാനിയിലായിരിക്കണമെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല, മനുഷ്യർക്ക് മനസ്സിലാകണമല്ലോ. പക്ഷെ ഇപ്പോൾ കന്തീശ ലാഹ, കന്തീശ ലാകുമാറ എന്നൊക്കെയുള്ള പാട്ടുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹങ്ങളിൽ പാടി പാടി എല്ലാവർക്കും അതിൻ്റെ അർത്ഥവും മനസ്സിലാകുന്നുണ്ട്, എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ക്രമേണ കുറച്ച് ഗാനങ്ങളെങ്കിലും പൗരാണികത്വത്തെ സൂചിപ്പിക്കാനും അന്ന് നമ്മുടെ ആളുകളെ ആരാധിച്ചിരുന്ന അനുഭവം കിട്ടാനും ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആ ഒരു കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ആരാധന ക്രമത്തിലായിക്കോട്ടെ ലിറ്റർജിയിലായിക്കോട്ടെ വളരെ ആക്റ്റീവായിട്ട് ആ കാലഘട്ടം പാതിര കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സമൂഹം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സുറിയാനി ഗാനങ്ങൾ സ്വാഭാവികമായിട്ട് സാധാരണ ജനങ്ങൾക്ക് അത്ര മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും വളരെ ആക്റ്റീവായിട്ട് തന്നെ ആരാധനാക്രമങ്ങളിലും പരിശുദ്ധ കുർബാനയിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സമൂഹം ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അന്ന് വാസ്തവത്തിൽ എല്ലാവർക്കും തന്നെ ആഗ്രഹം പാതിര കുർബാനയ്ക്ക് പോകാനാണ്. അപ്പൊ ആ ഒരു ദിവസം ഇച്ചിരി ഉറക്കം പോയാലും അതൊരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെതായ ഭാഗമായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ പ്രായം ചെന്ന വല്യമ്മച്ചിയൊക്കെ വീട്ടിലിരുന്നിരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രഭാതത്തിലുള്ള ഒരു കുർബാനയുണ്ടല്ലോ 7 മണിക്ക്, അതിപ്പോഴും ഉണ്ട്. ആ കുർബാനയ്ക്ക് വന്നിരുന്നവരും വളരെ പ്രായം ചെന്നവരും അല്ലെങ്കിൽ രോഗികളും ഒക്കെ ആയിട്ടുള്ളവരാണ്. അതിന് 100, 600, 700 ആളുകൾ വരുന്ന ഞങ്ങളുടെ ആ ഇടവകയിൽ, അത്ര വലിയ ഇടവകയല്ല എങ്കിലും അതിന് വന്നിരുന്നത് വെറും 100 പേരോ മറ്റോ ആണ്. ഇതിന് പള്ളി കുറച്ച് ആളുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് നേരെ തിരിച്ചാ പലപ്പോഴും ഇന്നെല്ലാവരും അവരുടെ ഉറക്കം കളയാതെ വൈകുന്നേരം ഒരു കുർബാന കണ്ടാൽ മതി, പിന്നെ മറ്റ് ഭക്ഷണത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അതുപോലെ അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്മസ് ഒരു സെക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക ആഘോഷമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓണം പോലെ ക്രിസ്മസ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറെക്കുറെ ഒരു ഫെസ്റ്റിവൽ, ഫീസ്റ്റ് അല്ല ഫെസ്റ്റിവൽ. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് ആഘോഷിക്കുന്ന ഒരു തിരുനാൾ, ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം. അപ്പൊ അങ്ങനെയൊക്കെ അവരാക്കി തീർക്കുന്നുണ്ട്. അത് അങ്ങനെ ക്രമേണ വന്നു പോയതാണ്, ആരെയും അതിനെ പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്താനുണ്ടോ. പക്ഷെ അത് നമ്മൾ കൂടുതൽ അതൊരു ഫീസ്റ്റായിട്ട്
അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ആഘോഷങ്ങളെ അതിലേക്ക് കൂടുതൽ തിരിച്ചുവിടുക ഒക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ 1997 അങ്ങ് തക്കല രൂപതയുടെ അധ്യക്ഷനായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത്. തക്കല രൂപത ഒരു ജന്മം കൊണ്ട ഒരു രൂപത, ഒരു ന്യൂ ബോൺ ബേബി എന്ന് നമുക്ക് പറയാം. മാത്രമല്ല തമിഴ് സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രൂപത. അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏതെങ്കിലും അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെ ഏകദേശം കേരളത്തിൽ ഇതുപോലെയാണ്. ഞാൻ ഈ തക്കല രൂപത എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ഡിസ്ട്രിക്ട്, അവിടെ മലയാളികളുടെ സംസ്കാരം വളരെ സ്വാധീനിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടുത്തെ വിശ്വാസ ജീവിതത്തിലും ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിത ശൈലിയുമായിട്ട് വളരെ അടുപ്പമാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ആ ദേശത്തിൻ്റേതായിട്ടുള്ള സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ചില നൃത്ത കലാ പരിപാടികളുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ക്രിസ്മസ് സന്ദേശത്തിൽ നിന്ന് ഒത്തിരിയേറെ അകലെയൊന്നുമല്ല. പക്ഷെ അവർക്ക് കൂട്ടം കൂടിയുള്ള ആഘോഷങ്ങൾ വളരെയേറെ ഇടവകകളിലും പൊതു സമൂഹങ്ങളിലുമൊക്കെ ഒരു പ്രദേശത്തെ ആളുകളെ ഒന്നിച്ചുകൂടി വലിയ ഒരു പുൽക്കൂടുണ്ടാക്കുക, വലിയ ഒരു നക്ഷത്രം സൃഷ്ടിക്കുക, ഇതൊക്കെ അവരുടെ ഒരു വലിയ ആവേശമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഒരു വലിയ പുൽക്കൂട് സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ആ മാളിക വളരെ വലുതായിട്ട് ഇലക്ട്രിഫൈഡ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ പോയി നേരിട്ട് കണ്ടതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ ഗ്രാമവാസികളുടേതായ സകല ജീവിത രംഗങ്ങളും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നു. നടുക്ക് മാത്രം ഈശോയുടെ ഔസേപ്പിതാന്റെ മാതാവിൻ്റെ ഒരു വളരെ മനോഹരം ഒരു സന്ദേശം പകരുന്നു. അതൊക്കെ തമിഴ്നാട്ടിലെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. സ്വകീയമായ സ്വന്തമായ ആശയങ്ങൾ, സന്ദേശങ്ങൾ അത് വിശ്വാസ ജീവിതത്തിലായാലും അതുപോലെ തന്നെ പൊതുജീവിതത്തിലായാലും ആവിഷ്കരിച്ച് അവതരിപ്പിക്കുക. അതൊരു വലിയ വലിയ പ്രത്യേകതയാണ്. ക്രിയേറ്റീവ് മൈൻഡ്, സർഗാത്മക ശക്തി അവർക്ക് വളരെയേറെ ഉള്ളവരാണ്. അത് ഇപ്പോൾ ഒരു തിരുക്കുറൽ തന്നെ 2 നൂറ്റാണ്ട് മുമ്പുണ്ടായ ആ തിരുക്കുറൽ തന്നെ 130 ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളെല്ലാം മനഃപ്പാഠമാക്കിക്കൊണ്ട് അത് പറയുന്ന കുട്ടികളുണ്ട് അവിടെ. അത്രയ്ക്കേറെ ഒരു പ്രാധാന്യം. പക്ഷെ അത് ജീവിതത്തിൻ്റെ സൂക്തങ്ങളാണ്, മനുഷ്യ ജീവിതത്തെ നയിക്കുന്ന സൂക്തങ്ങളാണ്. അങ്ങനെ ഒരു സൃഷ്ടി അതുണ്ടാകാൻ കാരണം ആ തമിഴ് മനസ്സിൻ്റേതായ സർഗാത്മക ശക്തിയാണ്. അപ്പോൾ എല്ലാറ്റിനെയും നമുക്കങ്ങനെ കാണാൻ സാധിക്കും അവരുടെ. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എൻ്റെ വ്യക്തിത്വത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു ആത്മീയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ശുശ്രൂഷ ഏറ്റെടുക്കാനായിട്ട് നവംബർ 11, 1996 എനിക്ക് നിയമനം കിട്ടിയെങ്കിലും 97 ഫെബ്രുവരി 2 എൻ്റെ പത്രാഭിഷേകവും സ്ഥാനാരോഹണവും നടന്നത്. അത് ഞാൻ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു. അതിൻ്റെ കാരണം ഫെബ്രുവരി 2 മാതാവ് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കും. അപ്പോൾ ഞാൻ അതിനെ കണ്ടത് മാതൃരൂപതയായ ചങ്ങനാശ്ശേരി തക്കല രൂപതയെ ലോകരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ ആകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഉണ്ണീശോയുടെ സ്ഥാനത്താണ് തക്കല രൂപതയെ കണ്ടത്. വി ആർ പ്രസൻറ്റിങ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്. അങ്ങനെ കർത്താവിനെ അവതരിപ്പിക്കുന്ന ഒരു പരിശ്രമത്തിലായിരിക്കട്ടെ എന്നാണ്. അതുപോലെ തന്നെ ആപ്തവാക്യമായിട്ട് എടുത്തതും അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. അപ്പോൾ ആ പ്രദേശത്ത് ഈശോയെ പോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുക, എല്ലാ അനുഭവങ്ങളിലും പങ്കുചേരുക, നന്മ ചെയ്തുകൊണ്ട് പോവുക എന്നൊരു ചിന്ത, ആദർശം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അതൊരു ക്രിസ്മസ് സന്ദേശം തന്നെയാണ്. പിന്നീട് 2011 കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അങ്ങ് സീറോ മലബാർ സഭയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നു. സഭയെ ഉയരങ്ങളിലേക്ക് അങ്ങ് നയിക്കുന്നു. സഭയുടെ അതിരുകൾ വിസ്തൃതമാക്കുന്നു. വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും അങ്ങേക്ക് നേരിടേണ്ടി വന്നു. വലിയ സഹനങ്ങളിലൂടെ അങ്ങേക്ക് കടന്നു പോകേണ്ടി വന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കേരളവും ഒപ്പം ഇന്ത്യമെമ്പാടും ലോകമെമ്പാടും അങ്ങേക്ക് സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ മറക്കാനാവാത്ത ക്രിസ്മസ് അനുഭവങ്ങൾ അങ്ങനെ പറയാം. ആ കാലഘട്ടത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഞാൻ പറഞ്ഞ ആത്മീയ അംശങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു.
എന്ന വരിയിലും ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ നടുവിലാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിച്ച് പോന്നിരുന്നത്. വളരെ നല്ല രീതിയിൽ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഘോഷങ്ങൾ നടത്തുന്നവരുണ്ടായിരുന്നു. അതേസമയം ഭൗതികമായ ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ടായിരുന്നു. ഈയിടെ അമേരിക്കയിലെ മുൻ പ്രസിഡൻറ്റിൻ്റെ കാലത്തെയും ഇപ്പോഴത്തെ പ്രസിഡൻ്റ് കാലത്തെയും ക്രിസ്മസ് ആഘോഷങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് നിങ്ങളെല്ലാവരും ഒക്കെ കണ്ടതായിരിക്കും, ഞാനതിൽ വിവരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങളും നൃത്ത നാട്യ അവതരണങ്ങളുമൊക്കെ ആയിട്ട് അത് ചിലതൊക്കെ ക്രിസ്മസ് സന്ദേശത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തേതിൽ കൂടുതൽ ക്രിസ്തുവിനെ മിശിഹായെ അവതരിപ്പിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അവതരണമാണ്. അപ്പോൾ ഇതേ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സംഘർഷം ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നു. എല്ലാ സഭകളിലുമുണ്ട്, കത്തോലിക്ക സഭയിൽ മാത്രമല്ല ഇതര സഭകളിലുമുണ്ട്. അപ്പോൾ ഈ സഭകളിലെല്ലാം ഒരു സംശുദ്ധീകരണം വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത്യന്താധുനികമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണ്ടുപിടുത്തങ്ങളും അതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിനുള്ള മാർഗങ്ങളും ജീവിതശൈലിയും ഒക്കെ ഉപേക്ഷിക്കണമെന്നല്ല, ഒരിക്കലും പാടില്ല. അവയൊക്കെ നമുക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാം. ആ നല്ല രീതിയിൽ വിനിയോഗിച്ച് കഴിയുമ്പോൾ അതുവഴിയായിട്ട് യുവ മനസ്സുകൾക്ക് കൂടുതൽ കർത്താവിനെ അറിയാനും ഒക്കെ സാധിക്കും. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ അതിമനോഹരമായ ശുശ്രൂഷയെ വികലമാക്കുന്ന രീതിയിലുള്ള സൃഷ്ടികൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ അപകടകരമാണ്. അപകടകരമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ കുറവ് ചെയ്യുന്ന, മലിനപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഇതാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ക്രിയാത്മകമായിട്ട് ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയുമൊക്കെ വരുത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെ പോലും നിഷേധാത്മകമായിട്ട് അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങളിലേക്ക് വരുന്നു. ഇതാണ് നമ്മളെ ഉപേക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് അത് ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അഭിപ്രായം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങയുടെ ക്രിസ്മസ് സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് അങ്ങ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷമുള്ള ക്രിസ്മസ് സന്ദേശങ്ങൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ സന്ദേശങ്ങളൊക്കെ അങ്ങ് പ്രസംഗങ്ങളായിക്കോട്ടെ, പ്രസ്താവനകളായിക്കോട്ടെ, വളരെ ആഴത്തിലുള്ളൊരു മെസ്സേജ് അതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ളൊരു പ്രിപ്പറേഷൻ അത് അറിയാനൊരു കൗതുകമുണ്ട്. എനിക്ക് ഞാൻ എന്നെ തന്നെ പറ്റി കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് ധ്യാനിച്ച് എന്താണ് പുതുതായിട്ട് ജനങ്ങൾക്ക് ഈ കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചാണ് അങ്ങനെയുള്ള അവതരണങ്ങളിലേക്ക് വരുന്നത്. ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് ആയപ്പോൾ മറ്റുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അതൊക്കെ ചിലത് എഴുതി വായിക്കാം. അപ്പോഴേക്ക് എന്നെ നേരത്തെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു, പിതാവ് എഴുതി വായിക്കുന്നതിനേക്കാൾ നല്ലത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന പ്രസംഗങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ മനസ്സിൽ വാസ്തവത്തിൽ എഴുതി പറയുന്ന ഒരു ശൈലിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികതയുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആശയങ്ങൾ അത് നമ്മൾ എപ്രകാരം ക്രമാനുഗതമായിട്ട് കൊരുത്തു വച്ചിരിക്കുന്നുവോ അതങ്ങോട്ട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ചില സന്ദർഭങ്ങളിൽ തികച്ചും ഉചിതമായ വാക്കുകൾ കിട്ടിയില്ലെന്നിരിക്കും, എങ്കിലും അതിനെ വിശദീകരിച്ച് പറയും. അപ്പോൾ ഉചിതമായ വാക്കുകളോടുകൂടി അപ്രകാരം ഒരുങ്ങിയ പ്രസംഗങ്ങൾ നടത്തുകയാണെങ്കിൽ അത് നടത്തുന്ന എനിക്കും കേൾക്കുന്ന ആളുകൾക്കും കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ചെയ്യാറ്. വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ പോലും പിന്നീട് ഞാൻ സ്വയം പ്രേരിതമായിട്ട് മനസ്സിലൊരുങ്ങി അത്തരത്തിലൂടെ പറയുന്ന ഒരു ശൈലിയാണ് ഞാൻ സ്വീകരിച്ചത്. അതിൽ ചിലതെല്ലാം അത്ര ഫലപ്രദമല്ലാതായി പോയിട്ടുണ്ടാകാം, ചിലതിൽ നിന്ന് കൂടുതൽ ഫലം ഉണ്ടായിരിക്കുക. ഇതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. പിതാവ് 2 വർഷം മുമ്പ് അങ്ങ് വിരമിച്ച ഒരു സാഹചര്യം, ഒരു വേദന നിറഞ്ഞൊരു സാഹചര്യമാണ്. അപ്പോൾ വിരമിച്ച ശേഷം അങ്ങയുടെ ഒരു വിശ്രമ ജീവിതം, അതെനിക്കൊന്ന് വിശ്രമം എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങ് ഓടി നടക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ആ ഒരു സമയത്ത് വിശ്രമ ജീവിത കാലഘട്ടത്തിലെ ഒരു ക്രിസ്മസ് ആഘോഷങ്ങൾ, കൗതാശിക ആഘോഷങ്ങൾ, അത് എങ്ങനെ പോകുന്നു പിതാവേ? ഇപ്പോഴും ആ വിരമിച്ച ആ ഒരു സാഹചര്യത്തിൽ ഒരു വേദന അങ്ങയുടെ മനസ്സിൽ ഉണ്ടോ? വിരമിച്ച ശേഷം ഹജ് പറയുന്നത് പോലെ എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷകളില്ല. മറ്റത് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം
ഇനിയും ശുശ്രൂഷയിലിരിക്കുന്ന ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരാണ്ടുവട്ടത്തിൽ ക്രമാനുഗതമായിട്ട് വരുന്ന ചില ശുശ്രൂഷകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാവും. എന്നാൽ അതോടും പലതും ചേർത്താണ് പല മെത്രാന്മാരും തങ്ങളുടെ ശുശ്രൂഷയെ വളരെ ഫലവത്താക്കി തീർക്കുന്നത്. അത് ഞാനെല്ലാം അംഗീകരിക്കുന്നു, അത് വളരെയേറെ ഞാൻ പ്രശംസിക്കുന്നു. അതിനൊക്കെ നമ്മുടെ പിതാക്കന്മാർ വളരെ സമ്പന്നരാണ് എന്നുള്ള കാര്യം ഞാൻ അറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിരമിച്ചു കഴിഞ്ഞപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷകളില്ലല്ലോ. ഇനി പിന്നീട് എനിക്ക് കിട്ടുന്ന ക്ഷണമനുസരിച്ച് അവസരമനുസരിച്ച് എൻ്റെ ശുശ്രൂഷകളെ ഞാൻ തുടരുകയാണെങ്കിൽ അതെൻ്റെ പൗരോഹിത്യത്തിന്, എൻ്റെ മെത്രാനെടുത്ത ശുശ്രൂഷയ്ക്ക് കൂടുതൽ സംതൃപ്തി നൽകും. അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി. നിഷ്ക്രിയനായിട്ടിരിക്കാതെ ദൈവം നൽകിയിരിക്കുന്ന താരതമ്യേന കുറഞ്ഞതെന്ന് വരികിലും പ്രയോജനപ്പെടുത്താവുന്ന ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ. മിക്കതും ക്ഷണമനുസരിച്ചുള്ള അതാണ്. ചുരുക്കം ചിലത് മാത്രം ഞാൻ എൻ്റെ രീതിയിൽ ഭാവന ചെയ്ത് അവതരിപ്പിച്ചവയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ പോയത് ഹൈ റേഞ്ചിലെ ദേവാലയങ്ങളിലാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു മെത്രാൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. മെത്രാന്മാരെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവരുടെ കത്തീഡ്രൽ ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലോ ആയിരിക്കും. അപ്പോൾ മറ്റ് ചില ദേവാലയങ്ങൾക്ക് അവയും പ്രധാനപ്പെട്ടവയാണ്. അല്ലെങ്കിൽ തീരെ ചെറിയ ദേവാലയങ്ങൾക്ക് ഒന്നും ഒരു മെത്രാൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്തു അങ്ങനെയുള്ള ദേവാലയങ്ങളിൽ ചെന്ന് അത് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിടത്തെല്ലാം ജനങ്ങൾക്ക് വലിയൊരു ആവേശമായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പോകുന്നത് ഒരു താരതമ്യേന ചെറുതായ ഒരു ദേവാലയത്തിന്, ആലപ്പുഴ അടുത്ത് പുത്തൻ അങ്ങാടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചക്കരക്കടവ് പള്ളി എന്നും പറയും, ആ പള്ളിയിലാണ്. അവിടുത്തെ വികാരിച്ചൻ എന്നെ പല ശുശ്രൂഷകൾക്ക് വിളിച്ചിട്ടും എനിക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഒരു അല്പം വൈഷമ്യത്തിലിരുന്നത് കൊണ്ട് അദ്ദേഹം പിന്നെയും മറ്റൊരു പരിപാടിക്ക് വിളിച്ചോ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസിന് വരാമെന്ന് പറഞ്ഞു. അയ്യോ, ക്രിസ്മസിന് പിതാവ് വരുമോ എന്ന് ചോദിച്ച് വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അപ്പം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഫൊറോന പള്ളിയിൽ നിന്ന് എനിക്ക് ക്ഷണം വന്നു. അപ്പം ഞാൻ ഈ ചെറിയ പള്ളിയിലേക്ക് പോകാൻ സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എൻ്റെ സെക്രട്ടറി ഞാൻ പറഞ്ഞു, ഏതായാലും അത് നേരത്തെ സമ്മതിച്ചത് നന്നായി, അല്ലെങ്കിൽ പിന്നെ ഇവിടെ പോകാൻ നമ്മൾ നിർബന്ധിതരായേനെ എന്ന്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിന് കൂടുതൽ അർത്ഥമുണ്ട്. പുൽക്കുടിയിൽ ജനിച്ച കർത്താവിൻ്റെ ക്രിസ്മസ് താരതമ്യേനയൊക്കെ ചെറുതായ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ മധ്യത്തിൽ നടത്തുക. അവർക്ക് നല്ലൊരു അനുഭവം, എനിക്കും ഒരു നല്ല അനുഭവം. അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും പിതാവേ, ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും അങ്ങേക്ക് നേരുകയാണ്. അങ്ങയുടെ വിലയേറിയ സമയം, പ്രത്യേകിച്ച് ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഷെക്കീന ന്യൂസിനൊപ്പം ചെലവഴിച്ചതിന് അങ്ങേക്ക് നന്ദി. അങ്ങയുടെ ശുശ്രൂഷകളെ ഇനിയും കൂടുതൽ ദൈവം ഉയർത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവ്. എല്ലാ പ്രാർത്ഥനകളും അങ്ങയോടൊപ്പം ഉണ്ട്. താങ്ക് യു പിതാവ്. ഷെക്കീന ടി വിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഷെക്കീന ടി വിയുടെ ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.